ക്യാമ്പിൽ സുജാത. ശ്രാവൺ കൃഷ്ണയുമായി സുജാത സംസാരിച്ചു. മുണ്ടക്കയിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ നടുക്കുന്ന കഥയാണ് സുജാതയുടേത്. സുജാത ഇപ്പോൾ ഇവിടെ മേപ്പാടിയിലെ ക്യാമ്പിലാണുള്ളത്. അമ്മ, അന്ന് രാത്രി എങ്ങനെ നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നത്? രാത്രി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പുറം ഇപ്പുറം ഒക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു. അതിന്റെ പുറത്ത് ഞാൻ എന്റെ വാർപ്പ് വീണിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് മറ്റേ നമ്മള് അടുപ്പിന്റെ ഇതുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഇഷ്ടിക പിടിച്ച് തട്ടിയപ്പോ ഒരു ഓട്സ് കണ്ടത്. അതിൽ കൂടി ഞാൻ പുറത്തേക്ക് ചാടിയിട്ട് പേരക്കുട്ടിയപ്പോഴാ പറഞ്ഞ, അമ്മ ഞാനിവിടെ ഉണ്ട്, എന്നെ രക്ഷിക്കണോന്ന്. കുട്ടീന്റെ ചെറുവിരല് കിട്ടി. അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് ഞാന് വാർപ്പിന്റെ ഈ വീണ് കിടക്കണ വാർപ്പിന്റെ മേലെ കയറി. അപ്പൊ 2 നില കെട്ടിടം മറിഞ്ഞു വരികയാണ്. ആ വരുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ എന്റെ കുട്ടിനെയും കൊണ്ട് ചാടി. എന്റെ അയൽവാസി അവരിവിടെ ഉണ്ട്, സുദേശിന്റെ പറയും, അവരുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ അവരുടെ അടുത്ത് ചെന്നപ്പോ അവരെ പുതിയ